മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. സ്പ്രിംഗ്ലർ കേസിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. കോവിഡ് കാലത്ത് ആരോഗ്യ വിവരങ്ങൾ ചോർത്തിയെന്ന വാദം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാർ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിയമവിരുദ്ധതയില്ല. സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ച സർക്കാർ നടപടി ദുരുദ്ദേശപരമല്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ. സുരേന്ദ്രൻ എന്നിവരുടെ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുകയാണ്. സായ്കുമാറാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. സായ്കുമാർ, വലിയ രീതിയിൽ വിവാദമായതാണ് സ്പ്രിംഗ്ലർ കേസ്. അതിലിപ്പോൾ ഇതാ കോടതി കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു. ആരോഗ്യ വിവരങ്ങൾ ചോർത്തി എന്ന വാദം തെറ്റാണ് എന്നതാണോ ഇപ്പോൾ ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്? തീർച്ചയായും വിനീത, കോവിഡ് കാലത്ത് ഒന്നാം പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കിയതാണ് സ്പ്രിംഗ്ലർ ഇടപാട്. അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗ്ലറുമായാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു കരാർ ഉണ്ടാക്കിയത്. കോവിഡ് രോഗികളുടെ വിവരശേഖരണവും അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ രോഗികളുമായിട്ടുള്ള ആശയ സംവാദം അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വിവരശേഖരണത്തിന് സർക്കാർ തയ്യാറായതും ഇങ്ങനൊരു കരാറിലേക്ക് പോയതും. പക്ഷേ ഇത് ഇവിടെയുള്ള പൗരന്മാരുടെ വിവരങ്ങൾ പൂർണ്ണമായും വിൽക്കുന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രതിപക്ഷം മാത്രമല്ല, BJP-യും UDF-ഉം ഒരേ രീതിയിൽ തന്നെ സർക്കാരിനെ ഈ വിഷയത്തിൽ വിമർശിക്കുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതി കുറെ കൂടി വ്യക്തത വരുത്തുന്നത്. അതായത് ആരോഗ്യ വിവരങ്ങൾ ചോർത്തി എന്നുള്ള ഹർജിക്കാരുടെ വാദം നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നിയമവിരുദ്ധതയില്ല ഈ വിവരശേഖരണത്തിൽ എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു വെല്ലുവിളിയുടെ സാഹചര്യമായിരുന്നു, ഒരു അസാധാരണമായ സാഹചര്യമായിരുന്നു. അന്ന് സർക്കാരും വിശദീകരിച്ചത് ആ രീതിയിൽ തന്നെയാണ്. അസാധാരണമായ സാഹചര്യത്തിൽ കൈക്കൊണ്ട ഒരു അസാധാരണമായ തീരുമാനം എന്ന രീതിയിൽ അത് കോടതി പൂർണ്ണമായും ശരിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് സർക്കാരിന് ഇക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല എന്നുകൂടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ പറയുകയും ചെയ്യുന്നു. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം കെ. സുരേന്ദ്രൻ എന്നിവരുടെ ഹർജിയാണ് ഹൈക്കോടതി ഇതിൽ തീർപ്പാക്കിയിട്ടുള്ളത്. ഏകദേശം 1.75 ലക്ഷം ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കാനും വിശകലനം ചെയ്യാനുമായിട്ടാണ് ഈ സ്പ്രിംഗ്ലർ കമ്പനിയുമായി ഇങ്ങനെ ഒരു ധാരണയിൽ എത്തിയത്. അതിൽ നേരത്തെ തന്നെ ഹൈക്കോടതി ശേഖരിക്കുന്ന വിവരങ്ങളുടെ സ്വകാര്യത ഉറപ്പാക്കണം എന്നൊക്കെ ഈ കമ്പനിയോടും സർക്കാരിനോടുമൊക്കെ ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിവാദമായതോടുകൂടി തന്നെ സ്പ്രിംഗ്ലർ ഈ കരാറിൽ നിന്ന് പിന്മാറുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. നിയമ പോരാട്ടം ആ രീതിയിൽ തന്നെ തുടർന്നു. പക്ഷെ അന്ന് ആ കരാറിൽ ഒരു തെറ്റുമില്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ കോടതിയും അടിവരയിടുന്നത്. ശരി, വ്യക്തമാണ്. ഏതായാലും പ്രതിപക്ഷത്തിന് ഒപ്പം കെ. സുരേന്ദ്രൻ തിരിച്ചടിയാവുകയാണ്. സ്പ്രിംഗ്ലർ കേസ് കോടതിയിൽ അത്തരത്തിൽ ഡാറ്റ ശേഖരിച്ചതിൽ തെറ്റില്ല, ആരോഗ്യ വിവരങ്ങൾ ചോർത്തി എന്ന വാദം നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഈ സർക്കാരിന്റെ നടപടി നിയമവിരുദ്ധതയില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുന്നു.